ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാവിലെ തന്നെ ഞാനും മമ്മിയും കൂടി ബാങ്കിൽ വന്നിട്ടുണ്ട്. എൻ്റെ ബാങ്കും നാടും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാവേ. അപ്പം വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നേ. മഴയായതുകൊണ്ട് കുറച്ചൊക്കെ താമസിച്ചിട്ടാണ് വന്നത്. രാവിലെ വരാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴ. പിന്നെ അവിടെ ഇരുന്നിട്ട് മഴയൊക്കെ ഒന്ന് തോർന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ബാങ്കിൽ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവിടെ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങി. ആദ്യമേ രാവിലെ വന്നങ്ങ് ഇരുന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. എല്ലാ ആൾക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടോണ്ടെങ്കിൽ ഇരുന്ന് നല്ല രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ രസം അങ്ങോട്ട് മാറി കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസം തന്നെ ബാങ്കിൽ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ പോസ്റ്റായിരുന്നു. ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ ഇരുന്നു. ഞാൻ കയറാൻ നിന്ന് അവിടെ ഒരു 3 ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ. 4-മതായിരുന്നു നമ്മൾ. പിന്നെ ലാസ്റ്റ് ഒരു ചേച്ചി കൂടി കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 2:45. നമ്മൾ ബാങ്കിലേക്ക് പോയപ്പോഴും ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഒക്കെ ഒരേ മഴ തന്നെ. അതിന് മാത്രം ഒരു കുറവുമില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ, ആകെ തണുപ്പുമാണ്. എനിക്കാണെങ്കിൽ ഒരു പൊട്ടും മേടിക്കണം. ആ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ നിന്ന് മഴ നനഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു വെക്കുന്നു. പിന്നെ കടയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പൊട്ടാണ് വാങ്ങിയത്. കണ്ടോ, നമ്മുടെ നാട്ടിൽ സപ്ലൈകോയാണ് ആ കാണുന്നത്. അതിൻ്റെ മുകളിലെ പല്ലാശുപത്രി. ഇതാണ് നമ്മുടെ ആ ഒരു ടൗൺ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. സ്വർണ്ണക്കട വരെ ഉണ്ട് ഈ ഒരു ടൗണിൽ. അപ്പോൾ കാണുമ്പോൾ ഒരു കുഞ്ഞാന്ന് തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഒരു മൂലയിൽ നിന്ന് അങ്ങ് മൂല വരെ അത്യാവശ്യം നിറയെ കടകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി വീട്ടിൽ പോയി ചോറിനാൻ മടി. അങ്ങനെ മമ്മീനെ കൊണ്ടൊരു പാലും കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഓട്ടോയ്ക്ക് കയറി വീട്ടിലേക്ക് പോവുകയാണ്. ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമായിരുന്നേ. വേറെ ഒന്നുമല്ല, 5 മിനിറ്റിനുള്ളിൽ വീടെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കാം. അപ്പോഴാണ് എനിക്കിട്ട് അടുത്ത പണി കിട്ടിയത്. വേറെ ഒന്നുമല്ല, കുറച്ച് വഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോ കംപ്ലൈൻ്റ് ആയി. പിന്നെ ആ ചേട്ടൻ പറഞ്ഞു വേറൊരാളെ വിളിക്കാമെന്ന്. പിന്നെ മമ്മി പറഞ്ഞു വേണ്ട, കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ, നടന്നോളാം എന്ന് പറഞ്ഞു. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. മമ്മിക്ക് നടക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് മമ്മി അങ്ങനെ പറഞ്ഞു. പിന്നെ മഴയത്ത് കുടയൊക്കെ ചൂടി. പിന്നെ ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. നടക്കുകയാണ് വീട്ടിലേക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് എന്തൊക്കെയോ പാട്ടും ബഹളമൊക്കെ കേൾക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ നടന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ അടുത്തുള്ള ആ ഒരു കടയെത്തി. അവിടെ എത്തിയപ്പോൾ മമ്മിക്ക് ഒരു ബക്കറ്റ് വാങ്ങിക്കണം. പിന്നെ മമ്മി കടയിലേക്ക് കയറിപ്പോയി. ഞാൻ അവിടെയും പോസ്റ്റ്. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ, മമ്മിയാണെങ്കിൽ വരുന്നുമില്ല. ഇങ്ങനെ നിൽക്കുകയാണ്. മമ്മിക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടെ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു അടപ്പ പോലത്തെ ഒരു ബക്കറ്റ് വാങ്ങിക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ കയറി നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ ചേച്ചി ഇല്ലായിരുന്നു. ചേച്ചിയുടെ മോളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ഇതിൻ്റെ റേറ്റ് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ആ കൊച്ചാണെങ്കിൽ അതിൻ്റെ അമ്മേനെ വിളിക്കാൻ വേണ്ടി പോയേക്കാണ്. പിന്നെ ഞാനും മമ്മിയുടെ കൂടി അവിടെ പോസ്റ്റാണ്. മമ്മിയാണെങ്കിൽ പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങ് നിന്നോളൂ, എന്ത് ചെയ്ത് വരത്തില്ലേ. അങ്ങനെ കുറേ നേരം അവിടെ നിൽക്കുന്നു. മമ്മിയാണെങ്കിൽ അവിടെ നിന്നിട്ട് ഭയങ്കര വർത്താനം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മമ്മിക്ക് ഇങ്ങനെ വർത്താനമൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനാണ് പോസ്റ്റ്. പിന്നെ അവിടെയുള്ള കണ്ട വള്ളയുടെയും ചെടിയുടെയും ഒക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ നിൽക്കുകയാണ്. ലാസ്റ്റ് ഒരു വിധത്തിൽ ഞാൻ മമ്മീനെ കടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. ഇനി നമ്മുടെ പെട്ടിക്കടയുണ്ടല്ലോ, അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഒരു വളവും കൂടി ഉള്ളൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നത് ഭയങ്കര സന്തോഷം. എന്നിട്ടും വയ്യ, ആകെ തണുപ്പുമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. രാവിലെ ഇറങ്ങിയതാണല്ലോ. അങ്ങനെ വന്ന് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് എത്താറായപ്പോഴാണ് ഒരാൾ വന്നത് കണ്ടത്. ഞാൻ കാണിച്ചു തരാവേ. ഉപ്പുകുന്ന് ടു ചെറുതോണി, നമ്മുടെ ഇടുക്കിയിലേക്ക് പോകുന്ന KSRTC ആണ്. നമ്മുടെ ഈ ഒരു വഴിക്ക് ആകെ 2 ബസ്സേ ഉള്ളൂ, രാവിലെയും പിന്നെ ഈ ഒരു സമയത്തും. ഇപ്പം 3:20 ഈ ബസ് 3:20 ഇവിടുന്ന് പോകുന്നത്. എന്നിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും ചെറുതോണി ചെല്ലും. എന്നിട്ട് 5 മണിക്ക് ചെറുതോണിയിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഒരു 6:15, 6:30 ആകുമ്പോഴത്തേക്കും ഇവിടെ വരും. ഞാൻ ഈ ഒരു ബസ്സിനാണ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒന്നൊക്കെ ഞാൻ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു ബസ്സിനാണ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ആ ഒരു ബസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ തൊടുപുഴ റൂട്ടിൽ കുറേ ബസ്സുണ്ട്. എൻ്റെ ഈ ഒരു റൂട്ടിൽ കൂടെ ഈ 2 ബസ്സേ ഉള്ളൂ. പിന്നെ നടന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇനി സമാധാനമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ.